നിങ്ങൾക്കെന്ത് തോന്നിയാസം കാണിക്കാമെന്നോ? തോന്നിവാസം എന്താണെന്ന് മനസ്സിലായില്ല. ക്ഷേത്രത്തിൽ നിന്നും അരി, നെയ്യ്, ഓട്ടുരുളി ഇതൊക്കെ ദാനം ചെയ്യാൻ നിങ്ങൾക്ക് എന്താ അവകാശം? രാവിലെ തന്നെ ഗുണാളൻ ഒരു പടക്കത്തിന് തീ കൊടുത്തല്ലോ. തിരുമേനി, എന്നെ വെറും നുണയനാക്കരുത്. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ പൂങ്കൊടിക്ക് കൊടുക്കാൻ മീനാക്ഷിയെ ഏൽപ്പിക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ. നാം നിഷേധിക്കുന്നില്ല, ഏൽപ്പിച്ചത് സത്യമാണ്. ദേവന്റെ വക പുറത്തു കടത്തിയതിന് 10 പണം പിഴയടക്കണം. സാധ്യമല്ല. എങ്കിൽ നിങ്ങൾ ഈ ശാന്തി പണി ചെയ്യാൻ പാടില്ല. ഭാണ്ഡം മുറുക്കി പോയിക്കൊള്ളുക. അധികാരി അദ്ദേഹം ശിവഭഗവാന്റെ വാഹനമായ കാള പ്രസവിച്ചു എന്ന് കേൾക്കുമ്പോൾ അങ്ങേപ്പോലെ വിവരമുള്ളൊരു മേലധികാരി പാശമെടുക്കാൻ പോകരുത്. മനസ്സിലായില്ല. നാം കൊടുത്ത അരിയും നെയ്യും ഓട്ടുരുളിയൊന്നും ദേവന്റെ വകയല്ല. പൂങ്കൊടിക്ക് കൊടുക്കാനായി നാം നമ്മുടെ ഇല്ലത്തൊന്ന് കൊണ്ടുവന്നതാണ്. എന്താ, സ്വന്തം ഉടമസ്ഥതയിലുള്ള സാധനം നമുക്ക് ദാനം ചെയ്യാൻ പാടില്ല എന്നുണ്ടോ? അല്ല, അത് പിന്നെ കീഴാള വർഗത്തിൽപ്പെട്ട ഒരു പെണ്ണിന് ദാനം കൊടുക്കാൻ പാടുണ്ടോ? അതും ഒരു ആഢ്യബ്രാഹ്മണൻ. ചെയ്യുന്ന കർമ്മങ്ങളിലും ആഠ്യത ഉണ്ടാകുമ്പോഴാണ് ഒരുവൻ ആഠ്യബ്രാഹ്മണനാവുന്നത്. ഭഗവാന് കീഴാള മേലാള ഭേദമില്ല. ഒരു സാധു പെൺകുട്ടിക്ക് ദാനം ചെയ്യുമ്പോൾ അതിന്റെ ശ്രേഷ്ഠതയും വർദ്ധിച്ചിരിക്കും. എന്താ, ഇനിയും നാം ഭാണ്ഡം മുറുക്കണോ ആവോ? ശംഭോ മഹാദേവ. താനല്ലേ പറഞ്ഞു വെറുതെ നമ്മെ ഏമ്പിനാക്കിയിട്ട് മുങ്ങിക്കളഞ്ഞോ? ശപ്പൻ ശുംഭൻ. മതി, ഇനി നിങ്ങൾ പോയി കഴിച്ചോ. ഞങ്ങൾക്ക് കഴിക്കാനുള്ളത് അവിടെ ഇരിപ്പുണ്ടല്ലോ. ചേച്ചി കുറച്ചുകൂടെ കഴിക്കേ. മീനാക്ഷി ചേച്ചി വിഷബാധയേറ്റ് കിടന്നപ്പോ വല്ലതും കഴിച്ചു എന്ന് വരുത്തിയ നാളുകളായിരുന്നല്ലോ ഇതുവരെ. ഇപ്പൊ മീനാക്ഷി ചേച്ചി സുഖം പ്രാപിച്ചല്ലോ. ഇനിയെങ്കിലും മതി വരുവോളം ആഹാരം കഴിക്കണം ചേച്ചി. പൂങ്കുടി, നീ കോരി കൊടുക്ക, അമ്മ കഴിച്ചോളൂ. ഇതെന്താ മീനാക്ഷി, ഒരു ഭാണ്ഡകെട്ട്? ക്ഷേത്രത്തിൽ പോകുമ്പോ ഇല്ലായിരുന്നല്ലോ. എന്താ ഇതില്? വിലപ്പെട്ട സമ്മാനങ്ങളാ. ഇത് എനിക്കുള്ളതല്ല, പൂങ്കുടിക്കുള്ളതാ. എനിക്കുള്ളതോ? എനിക്കറിയ ചേച്ചി സമ്മാനം തന്നുവിടാൻ. മറ്റാരുമല്ല, തൃക്കടയൂർ ക്ഷേത്രത്തിലെ മേൽശാന്തി തന്നയച്ചതാ. എന്നെ വിഷബാധയിൽ നിന്നും രക്ഷിച്ച വ്യക്തി പൂങ്കുടിക്കൊരു ശിവലിംഗം കൊടുത്ത കാര്യം ഞാൻ മേൽശാന്തിയോട് പറഞ്ഞു. ശിവലിംഗം മുറ്റത്ത് പ്രതിഷ്ഠിച്ച കാര്യവും പറഞ്ഞു. തിരുമേനിക്ക് ബഹുസന്തോഷായി. എന്നും നിവേദ്യം പാകം ചെയ്യാൻ ചെറിയൊരു ഓട്ടുരുളി, കുറച്ചരി, നെയ്യ് എന്നിവയൊക്കെയുണ്ട്. കൊള്ളാമല്ലോ. എന്റെ കുട്ടിയെ ഒരു കുഞ്ഞു മേൽശാന്തിയാക്കാൻ തന്നെയാണല്ലോ മേൽശാന്തി തിരുമേനിയുടെ പുറപ്പാട്. തൃക്കടയൂരപ്പനെ പൂജിക്കുന്ന മേൽശാന്തി തിരുമേനയുടെ കൈകൊണ്ട് തന്ന ഓട്ടുരുളി, അരി, നെയ്യ് എല്ലാം വളരെ വിലപ്പെട്ടതാണ്. കുറച്ച് ശർക്കര കൂടി എങ്ങനെയും കരുതാം. നമുക്കിന്ന് മഹാദേവന് ഒരു നെയ്പായസം നിവേദിക്കാൻ ചേച്ചി. അങ്ങനെയാകട്ടെ. ഈ കുടിലിന്റെ മുറ്റത്തെ ചെറിയ ക്ഷേത്രത്തിൽ ഇനി എപ്പോഴും തൃക്കടയൂരപ്പന്റെ സാന്നിധ്യം ഉണ്ടാവും.
എന്താ ഇത്ര നേരമായിട്ട് നിവേദിച്ചോറ് കൊണ്ടുവരാറായില്ലേ? നിർത്ത്. എന്താ ഇത്? അതൊരു പാറ്റയല്ലേ? അല്ല, നിവേദ്യ ചോറിനകത്ത് ഇതെങ്ങനെ വന്നു? നിവേദ്യച്ചോറ് തയ്യാറാക്കുമ്പോ ദേഹണ്ണക്കാർക്കുള്ള അതീവ ഭക്തിയും ശ്രദ്ധയും കൊണ്ട് സംഭവിച്ചതായിരിക്കും. നിവേദ്യച്ചോറ് തയ്യാറാക്കുന്ന അരനാഴിക നേരമെങ്കിലും ദേഹണ്ണക്കാർക്ക് ഭക്തിയും ഏകാഗ്രതയും ഉണ്ടായിരിക്കണം. മലിനമായ നിവേദ്യച്ചോറ് നാം നിവേദ്യത്തിലെടുക്കില്ല. വേറെ നിവേദ്യച്ചോറ് ഉടൻ കിട്ടിയിരിക്കണം. അല്ല തിരുമേനി, നിവേദ്യത്തിനുള്ള സമയമായില്ലേ? ഇനി പുതിയ നിവേദ്യം വെച്ചുണ്ടാക്കാൻ നേരമില്ലല്ലോ. അത് മേൽശാന്തിക്ക് വിഷയമല്ല. കൃത്യസമയത്ത് നിവേദ്യം എത്തിക്കേണ്ടത് ദേഹണ്ണക്കാരുടെ ചുമതലയാണ്. മേൽശാന്തി ഇവിടെ വന്ന് നിൽക്കാണോ? നിവേദ്യ പൂജയ്ക്ക് സമയമായത് മറന്നുപോയോ? അങ്ങനെ ഞങ്ങൾ അറിയാതെ എങ്ങനെ ഒരു പാറ്റ നിവേദ്യ ചോറിനകത്ത് വീണുപോയി. ഇനി ഈ പായസച്ചോറ് തിരുമേനി നിവേദ്യത്തിന് എടുക്കില്ലത്രേ. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നിവേദ്യത്തിന് സമയമായില്ലേ? പാറ്റയെടുത്ത് പുറത്തിട്ട് ആ പായസം തന്നെ നിവേദ്യത്തിന് ഉപയോഗിച്ചാൽ മതി. ഉവ്വോ, ശിവധാരയ്ക്ക് വേണ്ടി 7-8 വലിയ പാത്രങ്ങളിൽ മീനാക്ഷി വെള്ളം കോരി നിറച്ചല്ലേ? പാത്രത്തിൽ എച്ചിലിന്റെ അംശം ഉണ്ടെന്ന് ആരോപിച്ച് അധികാരിയും ഗുണാടലും കൂടി വെള്ളം ചരിച്ചു കളഞ്ഞെന്ന് ഓർക്കുന്നില്ലേ? ഇല്ലേ ഗുണാള? അധികാരി എങ്ങൂന്നിന് അന്നുണ്ടായ ശുചിത്വബോധം ഇപ്പോഴും ഉണ്ടാകേണ്ടതല്ലേ? അല്ലേ? അത് പിന്നെ അന്നത്തെ സാഹചര്യം അങ്ങനെയാ, ഇന്നത്തെ സാഹചര്യം ഇങ്ങനെയാ. മേലധികാരിയുടെ നഗ്നമായ ഇരട്ടത്താപ്പ് നയം. അത് പിന്നെ ഭഗവാന് കൃത്യസമയത്ത് നിവേദ്യ പൂജ നടത്തേണ്ടത് അധികാരിയുടെ ധർമ്മമാണ്. തൽക്കാലം ഈ പായസം കൊണ്ട് നിവേദ്യ പൂജ നടത്തിയാൽ മതി. സാധ്യമല്ല. മലിനമായ നിവേദ്യ ചോറ് കൊണ്ട് നിവേദ്യം നടത്തുന്നതിലും ഭേദം ഭഗവാനെ പട്ടിണിക്കിടുന്നതാ. അങ്ങനെ നടക്കട്ടെ. നമ്മെ പരമാവധി അധമനാക്കാൻ തക്കം പാർത്ത് നടക്കുകയാണ് ആ മേൽശാന്തി പണ്ടാരം. അയാളുടെ മുമ്പിൽ നമ്മെ മുട്ടുകുത്തിച്ച് അടങ്ങും അല്ലേ ദുഷ്ടപരീക്ഷകൾ. നിങ്ങളെ ദേഹണ്ണപ്പണിയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നു. അങ്ങനെ അരുതൊങ്ങനെ ഞങ്ങളുടെ പിൻബലം കൊണ്ടാ അങ്ങൊന്ന് ഇതുവരെ പിടിച്ചിരുന്നത്. ഞങ്ങളില്ലാതായാൽ അങ്ങനെ വീണു പോവില്ല അങ്ങുന്നേ. അഥവാ അങ്ങനെ വീണു പോയാലും താങ്ങിയെടുക്കാൻ ഞങ്ങളുടെ ഈ 4 കൈയല്ലാതെ മറ്റെന്താ അങ്ങുന്നേ ഉള്ളത്? ഞങ്ങളെ പറഞ്ഞയക്കല്ലേ അങ്ങുന്നേ. സമയത്തിന് നിവേദനം നടക്കാത്തതിന്റെ ഭവിഷ്യത്തുകൾ ഇനി ക്ഷേത്രത്തിൽ ഉണ്ടാവും. അപ്പോഴും നമുക്ക് പിന്തുണ നൽകി നിങ്ങൾ രണ്ടുപേരും നമ്മോടൊപ്പം ഉണ്ടാവണം. ഞങ്ങൾ ഉണ്ടാവും. ചേച്ചി, നിവേദിക്കാനുള്ള പായസം. കുറച്ച് പായസം ഇലയിൽ കോരി ഇട്ടോളൂ, നിവേദിക്കാനാ. മുഴുവൻ പായസവും നിവേദിക്കണ്ടേ ചേച്ചി? വേണ്ട, കുറച്ച് പായസം നിവേദിച്ച മുഴുവൻ പായസവും നിവേദിച്ചതിന്റെ ഫലം കിട്ടും. നിങ്ങള് പൊങ്കാല നിവേദിച്ച ശേഷം പ്രസാദം കഴിച്ചോളി. ഞങ്ങൾക്കുള്ള പ്രസാദം മാറ്റിവെച്ചിരുന്നാ മതി. ഞങ്ങള് ക്ഷേത്രത്തിൽ പോയിട്ട് വരാം. ശരി മുത്തശ്ശി. വരും.
ഭഗവാനെ, ഇന്ന് ഭഗവാന്റെ നിവേദ്യം മുടങ്ങുമല്ലോ. ഭഗവാൻ പട്ടിണിയായാൽ അതിന്റെ പാപഫലം എല്ലാവരും അനുഭവിക്കേണ്ടി വരുമല്ലോ. ജഗദീശ്വര, എന്താണൊരു നിവൃത്തി മാർഗം? എന്ത്? ഇത് നാം പൂങ്കൊടിക്ക് നിവേദ്യം പാചകം ചെയ്യാൻ കൊടുത്ത ഓട്ടുരുളിയാണല്ലോ. പൊങ്കാല നിവേദ്യാവശിഷ്ടവുമായി ഈ ഓട്ടുരുളി എങ്ങനെ ഇവിടെ വന്നു? ഭഗവാന്റെ ലീലാവിലാസമാണല്ലോ. ശ്രീകോവിലിന്റെ മുമ്പിലിരുന്ന ഉരുളിയിലെ പൊങ്കാല നേദ്യം ഭഗവാൻ ഭക്ഷിച്ചു കഴിഞ്ഞല്ലോ. ഉരുളിയും പൊങ്കാലച്ചോറും ശ്രീകോവിലിന്റെ മുമ്പിൽ ആരാണ് കൊണ്ടുവച്ചത്? ഭഗവാൻ പൂങ്കുഴിയുടെ നിവേദ്യം ഇങ്ങ് വരുത്തിച്ചതാണോ? തൃക്കടയൂരപ്പ, ഭഗവാനെ, നമ്മെ ഇങ്ങനിട്ട് ആശങ്കപ്പെടുത്താതെ. മേൽശാന്തി, എന്താ ഇത്? ഇതെങ്ങനെ ഇവിടെ വന്നു? ഇതാരാ തിരുമേനി ഉരുളിയിൽ ചോറ് ഇവിടെ കൊണ്ടുവന്നു വെച്ചത്? നമുക്കറിയില്ല. അറിയില്ലെന്നോ? ദേ മേൽശാന്തി, ഒരു തരം അലക്ഷ്യമായ സംസാരം വേണ്ട. ശ്രീകോവിലിന് മുമ്പിൽ ഉരുളിയിൽ ഉച്ഛിഷ്ടം കൊണ്ടുവന്ന് വെച്ച് മലീമസമാക്കിയത് ആരാണെന്ന് നമുക്കറിയണം. തിരുമേനി തന്നെ ആവും കൊണ്ടുവച്ചത്. അശുദ്ധമായ നിവേദ്യ ചോറ് ശ്രീകോവിലിൽ നിവേദിച്ചാ മതിയെന്ന് അങ്ങൊന്ന് പറഞ്ഞിരുന്നില്ലേ? അതിന്റെ വൈരാഗ്യം തീർത്തതാവും. മേൽശാന്തി തിരുമേനി തന്നെ ഇങ്ങനെ തുടങ്ങിയാൽ ക്ഷേത്രത്തിൽ മൂശാട്ട വിളയാട്ടമായിരിക്കും. നാടിന്റെ സർവനാശമായിരിക്കും ഫലം. എന്താ ഇളിക്കുന്നത്? സമാധാനം പറ. അതിന്റെ ഉത്തരം അവര് പറയും. മീനാക്ഷി, വള്ളിയമ്മ, ദാ ഇതെന്താണെന്ന് നോക്ക്. ഇത് പൂങ്കുടിക്ക് തിരുമേനി കൊടുത്ത ഓട്ടുരുളിയാണല്ലോ. അവിടെ പൂങ്കുടിയുടെ കുടിലിൽ എന്താ നടന്നത്? പൂങ്കൊടിയും കനിമൊഴിയും കൂടി പൊങ്കാല നിവേദ്യമുണ്ടാക്കി. കുടിലിന്റെ മുറ്റത്ത് പ്രതിഷ്ഠിച്ചിരുന്ന വിഗ്രഹത്തിൽ പൊങ്കാല നിവേദിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് തിരിച്ചത്. ക്ഷേത്രത്തിലെ നിവേദ്യം പാറ്റ വീണ അശുദ്ധമായി. ഭഗവാന് നിവേദ്യം മുടങ്ങുമല്ലോ എന്നുള്ള ആദ്യമൂത്ത് നാം വന്നപ്പോഴാണ് ഈ പാത്രവും നിവേദ്യാംശവും കണ്ടത്. പെട്ടെന്ന് ശ്രീകോവിലിൽ കയറി വിഗ്രഹം പരിശോധിച്ചപ്പോൾ കുറെ പൊങ്കാല നിവേദ്യച്ചോറ് ഭഗവാന്റെ വിഗ്രഹത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കണ്ടു. കുടിലിന്റെ മുറ്റത്ത് പൂങ്കൂട് നിവേദിച്ച് അകത്തേക്കെടുത്ത പൊങ്കാല നിവേദ്യം ഭഗവാനിഞ്ഞ് ശ്രീകോവിലിന്റെ മുമ്പിലേക്ക് വരുത്തി. അതിലൊരു വിഹിതം ഭഗവാൻ ആഹരിക്കുകയും ചെയ്തു. പിന്നെ ഹീനജാതിക്കാരി ഉണ്ടാക്കിയ നിവേദ്യം ഭഗവാൻ ക്ഷേത്രത്തിൽ വരുത്തി കഴിച്ചത്ര. മേൽശാന്തിയുടെ നെടുങ്കൻ വിഡ്ഢിത്തം അല്ലാതെ എന്താ? ഇത്തരം അബദ്ധധാരണകളും വിശ്വാസങ്ങളും ഉള്ള ഒരുവനെയാണല്ലോ മേൽശാന്തിയായി ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. എന്താ കുണാളനും വർമ്മതിയും തിരുമേനിയുടെ മഹാത്ഭുത കഥ വിശ്വസിക്കുന്നുണ്ടോ? എവിടെ വിശ്വസിക്കാൻ? ഈ പാത്രവും നിവേദ്യ ചോറും വള്ളിയമ്മയും മീനാക്ഷി ഇവിടെ കൊണ്ടുവച്ചതായിരിക്കും. എന്നിട്ട് ഒരു അത്ഭുത കഥ തട്ടിമുളിക്കാൻ തിരുമേനിയെ ഏർപ്പാടാക്കിയിട്ട് ഒഴിഞ്ഞു മാറി നിന്നതായിരിക്കും. പിന്നല്ലാതെ
അല്ലേ ഭഗവാന്മാരൊക്കെ ഹീനജാതിക്കാരുടെ കുടിലിൽ പോയി നിവേദ്യം വരച്ച് കഴിക്കാൻ തുടങ്ങിയാലേ ഞങ്ങളെ പോലുള്ള തിടപ്പള്ളി പണിക്കാർക്ക് തൊഴില് മുട്ടി പോവല്ലേ? ഭഗവാന്റെ മന്ത്രം ഉച്ചരിക്കേണ്ട നാവ് കൊണ്ട് ഇങ്ങനെ നുണകൾ തട്ടിമുളിച്ചാൽ ഒച്ച തീരെ പൊങ്ങാത്ത അവസ്ഥയുണ്ടാകും. സൂക്ഷിച്ചോ. എന്താ തിരുമേനി ഇത്? ശിവഭക്തനായ മഹാരാജൻ എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു മേലധികാരിയെ തൃക്കടയൂരിലേക്ക് അയച്ചത്? ദൈവവിശ്വാസത്തിന്റെ ഒരു കണിക പോലും മേലധികാരിക്കില്ലല്ലോ തിരുമേനി. രാജാക്കന്മാരിൽ ഭൂരിഭാഗവും മുഖസ്തുതിക്കും സേവപിടുത്തത്തിനും അടിമപ്പെട്ടവരാണ്. മഹാരാജനും അതിന് അതീതനല്ലായിരിക്കും. എന്തായാലും ഭഗവാൻ തന്നെ ഒരു പാഠം പഠിപ്പിച്ച് മേലധികാരിയെ മടക്കി അയച്ചോളും. ശംഭോ മഹാദേവ. പൂങ്കുടി, കനിമൊഴി. എന്താ ചേച്ചി? ഈ ഉരുളിയും പായസച്ചോറും ഇവിടുത്തേതല്ലേ? അതെ, ഈ ഉരുളി നിറച്ച് പായസം ഉണ്ടായിരുന്നല്ലോ. അതിൽ നിന്ന് കുറച്ച് ഞങ്ങൾ നിവേദിക്കാൻ എടുത്തിട്ട് ബാക്കി മുറ്റത്തെ വിഗ്രഹത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അല്ല, ഇതെങ്ങനെ ചേച്ചിയുടെ കയ്യിൽ വന്നു? പറയാം. ആദ്യം ഉരുളി എവിടെയാണെന്ന് നോക്ക്. വാ. ഞങ്ങൾ ഈ ഉരുളിയിൽ ബാക്കി വന്ന പായസം വെച്ചിരുന്നത്. ഇതെങ്ങനെ ചേച്ചിയുടെ കയ്യിൽ വന്നു എന്നാ മനസ്സിലാവാത്തെ? കുട്ടികളെ, ഇവിടെ നിങ്ങൾ വെച്ച നിവേദ്യ പായസമാണ് ഇന്ന് തൃക്കടയൂരപ്പൻ ഭക്ഷിച്ചത്. ക്ഷേത്രത്തിൽ ഇന്നൊരു വിശേഷം നടന്നു. ഗുണാളനും വളർമതിയും ചേർന്ന് തയ്യാറാക്കിയ നിവേദ്യച്ചോറ് ഒരു പാറ്റ വീണ് അശുദ്ധമായി. ഭഗവാന് നിവേദ്യം മുടങ്ങിയല്ലോ എന്ന് വിഷമിച്ച് മേൽശാന്തി വരുമ്പോ ഈ ഉരുളിയും ചോറും ശ്രീകോവിലിന്റെ മുറ്റത്തിരിക്കുന്നു. ഇനിയാണ് അത്യത്ഭുതം. മേൽശാന്തി ശ്രീകോവിലിൽ കയറി നോക്കുമ്പോൾ ശിവലിംഗത്തിൽ 3-4 പൊങ്കാല വറ്റുകൾ വറ്റിപ്പിടിച്ചിരിക്കുന്നു. ഇവിടെ പൂജിച്ചു വെച്ച നിവേദ്യം ഭഗവാൻ ക്ഷേത്രത്തിൽ വരുത്തി കഴിച്ചിരിക്കുന്നു. പൂങ്കൊടി, നിന്റെ കുടിലിന്റെ മുറ്റത്ത് വെച്ച നിവേദ്യം ഭഗവാൻ ഭക്ഷിച്ചത് നിങ്ങൾ കീഴാളരല്ല എന്ന് ബോധ്യപ്പെട്ടിട്ടല്ലേ? അങ്ങനെ ഒരു അപകർഷതാബോധം നിങ്ങൾക്കുണ്ടാകരുതെന്ന് ഭഗവാന് തോന്നിയിട്ടല്ലേ?
ശിവായ